ഇന്ന് നമുക്ക് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയാലോ. ഇന്ന് നമ്മളൊരു അടിപൊളി കൂൺ മസാലയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാക്കറ്റ് കൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നീളത്തിലൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയിലും ഉപ്പുവെള്ളത്തിലൊക്കെ ഇടുന്ന കുറച്ച് നേരം ഇടാം. ഒരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കതിനാവശ്യമായിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ അത് ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ബേ ലീഫ്, 4 കഷ്ണം കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പും ചേർത്ത് കൊടുത്തു. ഒരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു വലിയ തക്കാളി മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് മസാലകൾ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയും തക്കാളിയുടെ പേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കൂൺ ഇട്ട് കൊടുക്കാം. കൂൺ കഴുകി വൃത്തിയാക്കി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം കൂണിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. കൂൺ വേവിക്കുമ്പോൾ ഒരിക്കലും അടച്ച് വെക്കരുത്, പിന്നെയും വെള്ളം കൂടുതലായിട്ട് വരും, കൂണിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട്. അപ്പോൾ തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അടിപൊളി കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കൂൺ മസാലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, കുട്ടികൾക്കാണെങ്കിലും. അപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കില്ലാത്തവർക്കും അടിപൊളിയായിട്ട് ഇങ്ങനൊരു കൂൺ മസാല തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.